ഹലോ ഗൈസ്, പുതുവീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് ആട് സിനിമ കാണാൻ പോവുകയാണ്. ആട് 3 ദി ഫൺ റൈഡ്. സോ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ ജക്സിന് ക്ലാസ്സും പോട്ടെ എക്സാം ആയതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല. സോ ദുരന്തറിന് ശേഷം പിന്നെ അവൻ എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. സോ നമ്മളിന്ന് പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം ഗൈസ്. സോ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ജെയം മൂവീസ്. ഗൈസ്, നമ്മളങ്ങനെ ആട് 3 കണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. സോ ആട് 3നെ കുറിച്ചുള്ള ചെറിയ റിവ്യൂ പറയാം. കാരണം ഓൾറെഡി പടം ഇറങ്ങി ഹിറ്റാണ്. 100 കോടി ക്ലബ് ഒക്കെ ഓൾറെഡി കയറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പടത്തെക്കുറിച്ച് നിങ്ങൾ മിക്കവരും തന്നെ ഓൾറെഡി പടം കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ വകയുള്ള ചെറിയൊരു റിവ്യൂ ആണ്. സോ പ്ലീസ് ടു വാച്ച് ദിസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പോസിറ്റീവ്സ്. സോ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. പുള്ളി തകർത്തിട്ടുണ്ട്. സോ കുറച്ച് നാളായിട്ട് പുള്ളി ഇച്ചിരി ഡൗൺ ആയിരുന്നു, പക്ഷേ ഇതിൽ പുള്ളി തകർത്തിട്ടുണ്ട്. മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്ന ഇൻട്രോ സോങ് തന്നെ കുറച്ചുകൂടി സ്കെയിലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളിച്ചിട്ടുണ്ട്, പുള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അതിൽ ഒരു വില്ലൻ ക്യാരക്ടറിന് വരുന്ന ഒരു BGM ഉണ്ട്. സോ അത് ശരിക്കും നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സിൽ വരുന്ന ഒരു സംഭവത്തിൻ്റെ ആ ഒരു ട്യൂണല്ല, ആ ഒരു ടൈപ്പ് ഓഫ് സോങ് പോലെ എനിക്ക് തോന്നി BGM. സോ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ പുള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ BGMs ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് അടിപൊളി പോസിറ്റീവായി പറയാനായിട്ടുള്ളത് ഷാജി പപ്പൻ ആൻഡ് ടീമിനെ അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ കുറച്ച് മാസ സാധനങ്ങളും പിന്നെ അവരുടെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കുറച്ച് ചളിയടിയും പരിപാടികളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പടം സെറ്റായിരുന്നു അങ്ങനെ നമുക്ക് കണ്ടുപോകാനായിട്ട്. പിന്നെ പോസിറ്റീവ് പറയാനായിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഴയ ആ ഒരു മുമ്പ് അവർ ചെയ്തു വെച്ചേക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ക്യാരക്ടർ തന്നെ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടറും കുറച്ച് സീനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പടം കുഴപ്പമില്ല, അബവ് ആവറേജ് പടം തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന ആ ലെവൽ തന്നെ 2നെക്കാട്ടും കുറച്ച് താഴ്ന്നിട്ടും 1നെക്കാട്ടും കുറച്ച് പൊന്തിയിട്ടും നിൽക്കുന്ന ഒരു ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇനിയിപ്പോൾ നമ്മുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ മെയിൻ നെഗറ്റീവ് നമ്മൾ പടത്തിൻ്റെ ഫുൾ പടം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസൻറ്റിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു രക്ഷയില്ല, സീനാണ്. അവിടെ വരുന്ന ഓരോ കൗണ്ടറുകളും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ലോണം ചിരി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളും കോമഡീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ പാസ്റ്റിലേക്ക് കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച പാസ്റ്റൊക്കെ നമുക്ക് കുറച്ച് ലാഗും പിന്നെ കുറച്ച് അലമ്പായിട്ട് തോന്നും. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നാൻ തുടങ്ങിയത്. പിന്നെ അവിടെ കുറച്ച് കോമഡീസ് പറയുന്നത് കുറച്ച് ചളിയായിട്ടും കുറച്ച് ഒരു ശോകാവസ്ഥയായിട്ടാണ് തോന്നിയത്. അതാണ് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. നെഗറ്റീവ് സൈഡിലേക്ക് അതാണ് മെയിനായിട്ട് വരുന്നത്. ആ ഒരു പാസ്റ്റ് കാണിച്ചത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ പ്രസന്റ് സ്ഥിരം സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല മാസ് സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചർ ഭയങ്കര ഷോർട്ടായിട്ട് കാണിക്കുന്നുള്ളൂ. സോ ആ ഫ്യൂച്ചർ കാണിക്കുന്ന അവിടെ അവർ ഉണ്ടാക്കിയിട്ട് ലാബ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കിടിലനായിട്ടുണ്ട്. അവിടെ VFX വർക്കും കാര്യങ്ങളൊക്കെ സീനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത പാട്ടിലേക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇപ്പോൾ ബാക്കി ഇപ്പം അടുത്ത് വന്ന നമ്മുടെ ദുരന്തർ പാർട്ട് 1, 2 ഒന്നിച്ച് ഷൂട്ട് ചെയ്താണെങ്കിൽ പോലും പാർട്ട് 1ന് കറക്റ്റായിട്ടൊരു ക്ലോഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ക്ലോഷർ കിട്ടാത്ത പോലെയാണ് തോന്നിയത്. കാരണം ഒരു സംഭവം ഉണ്ടാവുന്നു, അത് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് പടം നിൽക്കുന്നു, നെക്സ്റ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു. സോ അതൊരു പ്രോപ്പർ ക്ലോഷർ കൊണ്ടുവന്നിട്ട് ബാക്കി ഇനിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും അടുത്ത പാട്ടിന് വെയിറ്റിംഗ് ആണ്. സോ ഇനി ഇതിനെക്കാട്ടും കുറച്ചുകൂടി സംഭവങ്ങൾ അടുത്ത പാട്ടിലേക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ചെറിയൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. സോ അത് കാരണം കുറച്ചും കൂടിയും കോമഡി സ്റ്റഫ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എങ്ങനെയാവുന്നത് നമുക്ക് കാത്തിരുന്നാണ്. സോ നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണ്? നിങ്ങൾക്ക് ഈ പടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്